തരൂരിന്റെ ലക്ഷ്യം എന്തെന്നറിയാൻ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, തരൂർ ഒട്ടും പുറകോട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റുകളിലും പിന്നീടുള്ള വാർത്താ സമ്മേളനത്തിലുമൊക്കെ അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്. എന്താണ് തരൂർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രധാനം. കോൺഗ്രസിലെ നേതാക്കൾ തുടർച്ചയായി അസംതൃപ്തി വ്യക്തമാക്കിയിട്ടും ലീഗ് കണ്ണുരുട്ടിയിട്ടും എന്തുകൊണ്ടാണ് തരൂർ നിലപാട് മാറ്റാത്തത്? രഞ്ജിത്ത്, തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചവർക്ക് മുമ്പിൽ മുട്ടുമടക്കാനില്ല എന്ന് വ്യക്തമാക്കി ഇനിയും താൻ ലേഖനം എഴുതും, കാത്തിരുന്നുകൊള്ളൂ എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിലൂടെ തരൂരിന്റെ ലക്ഷ്യം എന്ത് എന്ന ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായിരിക്കുകയാണ്. പല സാധ്യതകളും ചർച്ചകളിൽ നിറയുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ സാധ്യത, സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുറച്ച് അധിക നാളുകളായി അങ്ങനെ ശശി തരൂർ ഇടപെട്ടിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് തരൂർ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ സജീവമായി ഇടപെടുന്നതിനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. ആ പദവിയിലിരുന്നുകൊണ്ട് പൊതുസംഘടനാ വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടാകും, അദ്ദേഹത്തിന്റെ നിലപാട് പറയും. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സംസ്ഥാന കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനാ തലത്തിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾക്ക് ശശി തരൂർ തയ്യാറെടുക്കുകയാണ്. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ലേഖനവും അതിലെ പരാമർശങ്ങളും തുടർന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പ്രതികരണം. മറ്റൊരു വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണം, ശശി തരൂർ കോൺഗ്രസ് തന്നെ വിടും, പാർട്ടി വിടുന്ന നീക്കങ്ങളുടെ ഭാഗമായി തരൂർ തന്നെ ഒരു കാരണം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെയും ചൊടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി LDFനെയും BJPയും പുകഴ്ത്തുന്ന ഒരു സമീപനം, അത് വികസനം മുന്നിൽ നിർത്തിക്കൊണ്ട് തരൂർ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് വിടാനുള്ള ഒരു നീക്കം തന്നെയാണ്. ആ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരാമർശം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. മറ്റൊരു വിഭാഗം പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനി മത്സര രംഗത്തേക്ക് താനില്ല, പാർലമെന്റിൽ ഇനി മത്സരിക്കാൻ താനില്ല, 2009 മുതൽ തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിയായി താൻ പാർലമെന്റിലുണ്ട്, ഇത് തന്റെ അവസാന അംഗം കുറിക്കലായിരിക്കും എന്ന തരത്തിലൊക്കെ തരൂർ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുമായി ചേർത്ത് വായിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ശശി തരൂർ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്ന പരാമർശത്തിലൂടെ തരൂർ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയുള്ള ചർച്ചകൾ ഉൾപ്പെടെ കോൺഗ്രസിൽ നടക്കുകയാണ്. പക്ഷേ അപ്പോഴും തരൂർ ക്യാമ്പ് പറഞ്ഞു വെക്കുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു സമൂഹം ശശി തരൂരിന്റെ പിന്തുണയുമായി രംഗത്തുണ്ട്. അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അവരുടെ നിലപാട് പറയുന്നുണ്ട്. അവർ അസംഘടിതരായതുകൊണ്ടാണ് ഇപ്പോൾ തരൂരിനെതിരെ ഉയരുന്ന ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് മാത്രമല്ല, CPMന്റെയും BJPയുടെയും ഉൾപ്പെടെയുള്ള അനുഭാവമുള്ള പ്രവർത്തകർ തരൂർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവനയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ കൊടി നോക്കേണ്ട കാര്യമില്ല, നയം നോക്കേണ്ട കാര്യമില്ല, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു നിലപാട് തരൂർ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു സമൂഹം അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്ന പ്രതീക്ഷയിലാണ് തരൂരിനൊപ്പമുള്ളവർ പങ്കുവെക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.